രാഹുൽ ഗാന്ധിക്കെതിരായ ബി.ജെ.പി. നേതാവിന്റെ വധഭീഷണി നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ. നോട്ടീസ് പരിഗണിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെ സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഭീഷണിപ്പെടുത്തിയ ആളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഗൗരവമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. അത് ശരിയായ നിർദ്ദേശമാണ്. എല്ലാ ഘട്ടത്തിലും അവരുടെ കാര്യത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനുള്ള ഇന്നിവിടെ കൊടുത്ത നോട്ടീസ്, ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ്. ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി.ജെ.പി. നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ കോളിംഗ് അറ്റൻഷൻ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സാർ വളരെ കേൾക്കാം. അല്ല, എനിക്ക് കേൾക്കാൻ വയ്യ സാർ. അല്ല, പറയുന്നത് കേൾക്കണ്ടേ സാർ? സാർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ, ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. 95% വനിതകൾ മാത്രം പണിയെടുക്കുന്ന ഈ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സാർ. സാർ, അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ ഞാൻ ഈ സഭയ്ക്ക് മുമ്പായി കൊണ്ടുവരുന്നത് സാർ. സാർ, കേരളത്തിൽ മൊത്തത്തിൽ 80 കശുവണ്ടി ഫാക്ടറികൾ നിലവിലുണ്ട് സാർ. അത് 100 ഫാക്ടറികൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അത് സ്വകാര്യ മുതലാളിമാരുടെ ഫാക്ടറികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഫാക്ടറികളും. സൈഫ്, ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടോ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സഭ വിട്ടിട്ടില്ല. സഭാ നടപടികൾ ഇപ്പോൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സഭ ഇന്നത്തേക്ക് പിരിയും എന്നുള്ളതാണ് സഭാ നടപടികൾ വേഗത്തിലാക്കുന്നത് കൊണ്ട് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസായി KPCC അധ്യക്ഷനും ആയ സണ്ണി ജോസഫ് MLA നൽകിയ നോട്ടീസ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ 26-ാം തീയതി നടന്ന ഒരു ചാനൽ ചർച്ചയ്ക്കിടെ BJPയുടെ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന വാചകം പറഞ്ഞിരുന്നു. ആ വാചകം ത്തിന്മേൽ കേസെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാവുകയോ അയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുകയാണ്. ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനെതിരെ ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ടും അതിനെ കാര്യഗൗരവത്തോടു കൂടി പരിഗണിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം. എന്നാൽ സ്പീക്കർ ശൂന്യവേളയിൽ ഈ വിഷയം എടുത്ത ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല, അത് സഭയിൽ ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമായി പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുമതി ാണ് നോട്ടീസ് നൽകിയ സണ്ണി ജോസഫിന് വേണമെങ്കിൽ ആദ്യത്തെ സബ്മിഷനായി വിഷയം ഉന്നയിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടുകൂടി പ്രതിപക്ഷം വലിയ ബഹളത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അത് അദ്ദേഹത്തെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ
ഒരാൾ ഒരു BJP-യുടെ ഒരു നേതാവ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഉയർത്തിയിട്ട് അതിനെ സംരക്ഷിക്കുന്ന നിലപാട്, അയാളെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതാണ്, അത് പരിഗണിക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. പക്ഷേ സ്പീക്കർ അതിന് വഴങ്ങിയില്ല. സ്പീക്കർ പറഞ്ഞത് അതിന് അടിയന്തര പ്രാധാന്യമില്ല, അതൊരു TV ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, അതെങ്ങനെയാണ് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് സ്പീക്കർ മുന്നോട്ട് വെച്ചത്. പിന്നീട് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. സ്പീക്കർക്ക് എതിരെ ബാനർ ഉയർത്തിയിട്ടുണ്ട്. സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിനിടയിൽ ശ്രദ്ധ ക്ഷണിക്കലുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നുണ്ട്. പി രാജീവ് ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകിയപ്പോൾ സൂചിപ്പിച്ച ഒരു വിഷയം 26-ാം തീയതിയാണ് ഈ വിഷയം ഉണ്ടായത്. 27-ാം തീയതിയോ 28-ാം തീയതിയോ 29-ാം തീയതിയോ ഈ വിഷയത്തിന്മേലൊരു പരാതി നൽകാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. 26-ാം തീയതി ഉണ്ടായ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ 27-ാം തീയതി അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, 28-ാം തീയതി എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല, 29-ാം തീയതി എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് വെച്ചതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ബഹളം കുറച്ചുകൂടി കനക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ വേഗത്തിലാക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കൽ അവസാനിപ്പിച്ച് സബ്മിഷന്റെ മറുപടികൾ ടേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം സ്പീക്കർ നൽകിയിട്ടുണ്ട്. 3 ബില്ലുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ആ ബില്ലുകൾ ഇന്ന് വേഗത്തിൽ പരിഗണിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ സഭാ നടപടികൾ പൂർത്തീകരിക്കാനാണ് സ്പീക്കർ ശ്രമിക്കുന്നത്. ആജിംസ് ശരി.